പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുനാഥൻ നൽകുന്ന വാഗ്ദാനമാണ് നിത്യജീവൻ. എന്താണ് നിത്യജീവൻ? യോഹന്നാൻ 17:3 തിരുവചനം പറയുന്നു, ഏക സത്യദൈവമായ അവിടത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും വിലപ്പെട്ടത് യേശുവിനെ സ്വന്തമാക്കുക എന്നതാണ്. അതിന് യേശുവിനെ നാം അറിയണം. യോഹന്നാൻ 5:24 യേശു പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അപ്പോൾ പിതാവായ ദൈവത്തെയും പുത്രനായ യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഈ ലോക ജീവിതയാത്രയിൽ നാം ലക്ഷ്യം വെക്കേണ്ടത് യേശുവിനെ സ്വന്തമാക്കുക എന്നതാണ്. ആത്മാവ് ആണ് നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുന്നത്. ശരീരം ഒന്നിനും ഉപയോഗിക്കുന്നില്ല. ആത്മാവിനാണ് അപ്പോൾ നാം വില കൊടുക്കേണ്ടതും. യേശു ചോദിക്കുന്നു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവന് എന്ത് പ്രയോജനം? ആത്മാവിന് പകരമായി അവൻ എന്ത് കൊടുക്കും? ഈ ലോകത്തിൽ ജീവിക്കാൻ ഒരേ ഒരു അവസരമാണ് ദൈവം നമുക്ക് നൽകുന്നത്. നാം ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശുവിനെ അറിഞ്ഞ് യേശുവിനെ സ്വന്തമാക്കിയില്ലെങ്കിൽ നമ്മുടെ ഈ ജന്മം ഫലശൂന്യമാണ്, പാഴായിപ്പോകും. നാം എല്ലാവരും ഈ ലോക നേട്ടങ്ങൾക്ക് പിന്നാലെ പരക്കം പായുന്നവരാണ്. ഈ ലോകത്തിൻ്റെ സമ്പത്ത്, ധനം സമ്പാദിക്കുക, നല്ല വീട് വയ്ക്കുക, നല്ല വാഹനം മേടിക്കുക, മക്കൾക്ക് നല്ല ജോലി കിട്ടുക, സാമ്പത്തിക ഭദ്രതയുണ്ടാകുക, ഇതിനെല്ലാം വേണ്ടിയാണ് നാം നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവയെല്ലാം നമുക്ക് ആവശ്യമാണെന്ന് നമ്മുടെ പിതാവായ ദൈവത്തിന് അറിഞ്ഞുകൂടെ? നമുക്ക് ആവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് നമുക്ക് ദൈവം നൽകുകയും ചെയ്യും. കാരണം നാം ദൈവത്തിൻ്റെ മക്കളാണ്, അതിനാൽ നാം അവകാശികളുമാണ്. നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായ ദൈവം തക്ക സമയത്ത് അവയെല്ലാം നമുക്ക് നൽകുക ചെയ്യും. നമുക്ക് വേണ്ടത് ദൈവത്തിൽ ആഴത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. അതില്ലാതെ വരുമ്പോഴാണ്, വിശ്വാസം കുറയുമ്പോഴാണ് പലപ്പോഴും നാം പതറിപ്പോകുന്നത്, ഉത്കണ്ഠാകുലരും ആകുല ചിത്തരുമായി മാറുന്നത്. അതുകൊണ്ടാണ് സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമ്മുടെ രക്ഷയ്ക്കായി യേശുവിനെ ഏൽപ്പിച്ചു തന്ന പിതാവ് അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ഫിലിപ്പി 4:19 വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. നമ്മുടെ ദൈവം സമ്പന്നനാണ്. മക്കൾക്ക് അവകാശപ്പെട്ടതാണ് ഈ സമ്പത്ത്. അത് ദൈവം നൽകുക തന്നെ. ഫിലിപ്പി 3:20 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. സ്വർഗത്തെ ലക്ഷ്യമാക്കി നാം ജീവിക്കുമ്പോൾ ആത്മാവിന് വില കൊടുക്കണം. ആത്മാവ് പ്രധാനപ്പെട്ടതായിട്ട് നാം കാണണം. ലോകവും അതിൻ്റെ മോഹങ്ങളുമെല്ലാം കടന്നു പോകും. ഫിലിപ്പി 3:8-9 തിരുവചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് പറയുകയാണ്, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവ്വവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയും ചെയ്യുന്നു. അത് യേശു ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന ചിന്തയിൽ അനുദിനം നമ്മുടെ ജീവിതത്തെ പ്രത്യാശയോടെ മുന്നോട്ട് നയിക്കുകയാണ് വേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.